നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ദിവസം കൂടുന്തോറും ഏറ്റവും കൂടുതലായിട്ട് ശക്തി പ്രാപിക്കുകയാണ്. ഇപ്പോൾ അവിടെയുള്ള ആശുപത്രി വളപ്പിലാണ് അഭയാർത്ഥികളും അതുപോലെ മാധ്യമപ്രവർത്തകരും താമസിക്കുന്ന ടെന്റുകൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത്. അതിൽ 2 പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 15 പേർക്കാണ് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ദേർ അൽ ബലാഹിലെ അലക്സ ആശുപത്രി വളപ്പിലാണ് ആക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ ഗാസ ആക്രമണം തുടങ്ങിയത് മുതൽ പലായനം ചെയ്ത ആയിരക്കണക്കിന് ആളുകൾ ടെന്റുകളിൽ താമസിക്കുന്നത് ഇവിടെയാണ്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ ടെന്റുകളും ഇവിടെയുണ്ട്. ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ഷിഫ ആശുപത്രിയിലും 2 ആഴ്ചയായി ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 77 പേർ കൊല്ലപ്പെടുകയും 108 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ ലെബനാനിലെ ഹിസ്ബുള്ള പോരാളികൾ അധിനിവേശിത ഷെബ ഫാമിലെ ഇസ്രായേലിന്റെ ബർത്ത പീരങ്കിപ്പടയ്ക്കും സൈനികർക്ക് നേരെ വ്യോമാക്രമണം നടത്തി. ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്നും അതുപോലെ ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഈജിപ്തും ജോർദാനും ഫ്രാൻസും ആവശ്യപ്പെട്ടു. ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കൈറോയിൽ നയതന്ത്രജ്ഞരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ആവശ്യമുന്നയിച്ചത്. ഗാസ മുനമ്പിലെ പലസ്തീനുകളുടെ മരണസംഖ്യ ഏകദേശം 32,623 ഉയർന്നതായും ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ സൈന്യം 71 പലസ്തീനികളെ കൊല്ലുകയും 112 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ഇസ്രായേൽ ഹമാസ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഗാസയിൽ ആകെ മരണസംഖ്യയാണ് നേരത്തെ പറഞ്ഞ 32,623. അപ്പോൾ പരിക്കേറ്റവരുടെ എണ്ണം ഏകദേശം ഇപ്പോൾ 1 ലക്ഷത്തോളം അടുക്കാറായിരിക്കുകയാണ്. ഗാസ സിറ്റിയിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 20 പലസ്തീനുകൾ വെള്ളിയാഴ്ച കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാഫ റിപ്പോർട്ട് ചെയ്തത്. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേൽ അതിർത്തി വഴി ഹമാസ് ഇസ്രായേലിനെതിരെ അപ്രതീക്ഷിത ആക്രമണം നടത്തിയത്. ഏകദേശം 1200 ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും 200-ലധികം പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയുള്ള ഇസ്രായേലിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായി ഗാസ മുനമ്പിൽ ഹമാസിനെതിരെ ഇസ്രായേൽ വലിയ തോതിലുള്ള ആക്രമണമാണ് നടത്തുന്നത്. ഇസ്രായേലിൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും തെരുവിൽ പ്രതിഷേധിച്ച് 10,000-ങ്ങളാണ് രംഗത്തുള്ളത്. കഴിഞ്ഞ ദിവസം മധ്യ ജെറുസലേമിൽ നഗരത്തിലെ പ്രധാന വടക്ക് തെക്ക് ഹൈവേയായ ബിഗിൻ ബോളിവാർഡ് തടഞ്ഞുകൊണ്ടാണ് നെതന്യാഹുവിനെതിരെ കനത്ത പ്രതിഷേധം അരങ്ങേറിയത്. ഒക്ടോബറിൽ ഗാസയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ശേഷം രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രതിഷേധമാണിത്. ഹമാസ് പ്രവർത്തകർ ഗാസയിൽ ബന്ദികളാക്കിയ ഏവരെയും മോചിപ്പിക്കുക, തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുക, വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത്. ഗാസയിൽ ബന്ദികളായി തുടരുന്ന 130 ഇസ്രായേലികളെ മോചിപ്പിക്കാൻ ഉടനടി കരാർ ഉണ്ടാക്കണമെന്നും യുദ്ധം നീണ്ടു നിൽക്കുന്നിടത്തോളം കൂടുതൽ പേർ മരിക്കുമെന്നും പ്രതിഷേധക്കാർ പറയുന്നു. പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണത്തെ ചൊല്ലിയാണ് ഇസ്രായേൽ നിലനിന്നിരുന്ന ഭിന്നതയ്ക്ക് ഒക്ടോബറിന് ശേഷം താൽക്കാലിക ശമനം ഉണ്ടായിരുന്നു. ഒക്ടോബർ 7 അതിർത്തി കടന്നുള്ള ആക്രമണത്തിനിടെ ഹമാസ് 1200 പേരെ കൊല്ലുകയും 250 പേരെ ബന്ദികളാക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ സമൂഹം വിശാലമായി ഐക്യപ്പെട്ടത്. എന്നാൽ 6 മാസത്തോളമായി അന്ത്യമില്ലാതെ നീളുന്ന സംഘർഷങ്ങളും മുഴുവൻ ബന്ദികളെയും തിരിച്ചെത്തിക്കാൻ കഴിയാതെ വന്നതോടെയുമാണ് ഇസ്രായേൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഭിന്നത വീണ്ടും പുറത്തെത്തുന്നത്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.